ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, ഒരു മേക്കപ്പിൻ്റെ ഒരു സംഭവം കേട്ടോ. ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര മേക്കപ്പ് അല്ല, ലൈക്ക് ഫുൾ മേക്കപ്പ് ഇടുമല്ലോ, ഫൗണ്ടേഷൻ, ബ്ലഷ്, ഹൈലൈറ്റർ, അങ്ങനെ ഫുൾ മേക്കപ്പ് ഇട്ടിട്ടല്ല പോവാറ്. പക്ഷെ ചെറിയ രീതിയിലുള്ള മേക്കപ്പ് ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. നമ്മൾ കോളേജിൽ പോകുമ്പോൾ ഒരുങ്ങി കുറച്ച് സുന്ദരിയൊക്കെ ആയിട്ട് പോകണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു എൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്, ഫസ്റ്റ് സെമ്മിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞാനൊരു ഷോർട്സിലിട്ട സമയത്താണെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഈ മുതുക്കി എന്ത് ഫസ്റ്റ് സെം എന്നാണ് പറയുന്നത്, ഈ മുതുക്കിക്കൊക്കെ ഒരുമാതിരി രണ്ട് പിള്ളേരുടെ കൊച്ചാണോ, രണ്ട് കൊച്ചുള്ള അമ്മയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലൊക്കെ എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ PGയുടെ ആണ് ഫസ്റ്റ് സെമ്മ്. ഞാൻ ഓൾറെഡി BBA LLB കഴിഞ്ഞിട്ട് ഇപ്പോൾ LLM ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് 2 സെമ്മേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സെമ്മാണ് തീർന്നത് ഇപ്പം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഞാൻ ഓർത്തു ലാസ്റ്റ് ഡേ ഒക്കെ അല്ലേ, എന്നാൽ പിന്നെ നിങ്ങളുടെ കൂടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ സൺസ്ക്രീനും നമ്മുടെ മോയ്സ്ചറൈസറും മുഖ്യമാണ് ബിഗിലെ. അപ്പോൾ ഈ സൺസ്ക്രീൻ ആണെങ്കിൽ വറ്റി വരണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. സൺകോട്ടിൻ്റെ സൺസ്ക്രീനാണ്. ഞാൻ 3-4 വർഷമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എനിക്കൊരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഫിംഗർ റൂൾ ഉപയോഗിച്ചിട്ടാണല്ലോ സൺസ്ക്രീൻ ഉപയോഗിക്കുക. പക്ഷേ തിരക്ക് പിടിച്ച് ഓടുന്ന സമയത്ത് ഈ 2 ഫിംഗർ റൂളൊന്നും എന്താ പറയുക ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ നേരെ ചില സമയത്ത് കമിഴ്ത്തിട്ട് നേരെ അങ്ങ് തേക്കുക ചെയ്ത്. ഇപ്പോൾ വൃത്തിക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ 2 ഫിംഗർ റൂളൊക്കെ വെച്ച് ചെയ്തതാണ്. അതാണ് പ്രോപ്പർ. അതിന് ശേഷം പിന്നെ എൻ്റെ ഷെയ്ഡിലുള്ള കൺസീലറാണ് ഇത്. മേബിലിൻ്റെ ക്യാരമൽ ഫ്ലേവറാണ് ഇത്. എൻ്റെ എക്സാക്ട് ഷെയ്ഡാണ്. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് അത് ഡാബ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നത്തില്ല, അത്രയും എക്സാക്ട് ഷെയ്ഡാണ്. അപ്പം ഞാൻ കൺസീലർ മാത്രമാണ് ഇടാറുള്ളത്. ഫൗണ്ടേഷനൊന്നും കോളേജിൽ പോകുമ്പോൾ ഇടാറില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ ഒരുങ്ങുമ്പോൾ അത്ര സമയം കിട്ടില്ല ഗൈസ്. കാരണം ഓട്ടമാണ്. രാവിലെ എണീറ്റ് ഫുഡ് കഴിക്കുന്ന, ബാത്റൂമിൽ പോകുന്ന എല്ലാം കഴിഞ്ഞ് ഒരൊറ്റ ഓട്ടമാണ്. 9 മണിക്കത്തെ ക്ലാസ്സിലാണെങ്കിൽ 9 മണിക്ക് ഞാനിങ്ങനെ മിസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. എല്ലാ ദിവസവും ഇതാണ് അവസ്ഥ. നേരത്തെ പോകുന്നത് എന്താണെന്നറിയില്ല, എനിക്കങ്ങ് ഇഷ്ടമല്ല, ഓട്ടിക്കതച്ച് കയറണം. അപ്പോൾ അങ്ങനെ കൺസീലർ ഇട്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഡാബ് ചെയ്യാറുള്ളത്. ഞാൻ സ്പോഞ്ച് ഉപയോഗിക്കാറില്ല. അങ്ങനെ നമ്മൾ കൺസീലർ ഇട്ടു. അപ്പോൾ എനിക്കൊരു തൃപ്തിയാണ്, കഴിഞ്ഞു, സെറ്റായി എന്നുള്ള രീതിയിൽ. ഇതാണെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ട് ലട്ടു ആ സാധനം ഞാൻ എപ്പോഴും ഇപ്പം അങ്ങോട്ട് നടക്കുമ്പോൾ ലട്ടു എനിക്കിങ്ങനെ സ്റ്റെപ്പ് വരും, ഇങ്ങോട്ട് നടക്കുമ്പോൾ അത് സ്ഥിരമാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ലാക്മേൻ്റെ ഒരു ഐ പാലറ്റാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ സ്കിൻ ഷെയ്ഡ് തന്നെ ഒരു ഷെയ്ഡുണ്ട്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബിക്കോസ് എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 കണ്ണിലും ആ ഒരു ഷെയ്ഡ്, ഞാൻ നിങ്ങളെ കാണിച്ച ഷെയ്ഡാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിനുശേഷം എൻ്റെ കോൾഡൊക്കെ മാറി വരുന്നു ഗൈസ്. ഇച്ചിരി ചുമയും കൂടെ ബാക്കിയുണ്ട്. ഇത് നമ്മുടെ നോർമൽ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പോലെ തന്നെ. ആൻഡ് കണ്ണ് എഴുതുന്നത് എനിക്ക് ആക്ച്വലി പെട്ടെന്ന് തീരാറുണ്ട്. ഞാൻ അധികമായിട്ടുള്ള എന്താ പറയുക ആഡംബരങ്ങൾ ചെയ്യാറില്ല. ചെറുതായിട്ട് സൈഡിലൊരു വിങ് ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ടും കണ്ണിലിങ്ങനെ ഭയങ്കരമായിട്ടും ചെയ്യാറില്ല. അപ്പം ഐലൈനറാണ് ഇപ്പം തേക്കുന്നത്. ഐലൈനറൊക്കെ നമ്മൾ ഷടപട എന്ന് തീർക്കും. അതിന് ശേഷം പിന്നെ എന്താ നോക്കട്ടെ ഞാൻ എന്താ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കോപ്രായങ്ങൾ ആസ് യൂഷ്വൽ. ഒരു സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ആൾക്കാർ അറിയണമെന്നാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് കാലിയായെന്ന് ഞാൻ പറഞ്ഞാണ്. ഇത് ഷോ സ്റ്റോപ്പറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ അകത്ത് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് തീർന്നു, ഞാൻ പറഞ്ഞാൽ വടിച്ച്. ഇനി ഒരെണ്ണം മേടിക്കണം എനിക്ക് പോയിട്ട്. അപ്പോൾ ഇത് എൻ്റെ സ്കിൻ ടോൺ എനിക്കിത് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പൊതുവേ ബോൾഡായിട്ടുള്ള ലിപ് കളേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നല്ല അറിയണം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നും. നല്ല ഷെയ്ഡ്, നല്ല ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ ആൻഡ് റെഡ് മിക്സ് ആയിട്ടുള്ള ലിപ് ഷെയ്ഡ്സ്, അല്ലെങ്കിൽ എന്താ പറയുക ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് ഡാർക്ക് ആയിട്ടുള്ള അതാണിത്. സ്റ്റുഡിയോൻ്റെ ഒരു ഷെയ്ഡാണ്, ബെറി ബ്ലാസ്റ്റ് എന്നാണ് പേര്. അപ്പം ഇതും അതിൻ്റെ മുകളിലിടുന്നത് ഡാർക്ക് പേർപ്പിളാണ്. അപ്പോൾ ഇതും കൂടെ മുകളിലിടുന്ന സമയത്ത് നമുക്കൊരു നല്ല ബോൾഡായിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും. ആൻഡ് കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ അഡ്വർടൈസിങ് ആണ് മെയിനായിട്ട് നടക്കാറുള്ളത്. ഗൈസ് ഇത് ലിപ്സ്റ്റിക്കാണ്, നിങ്ങൾ ഇട്ട് നോക്കണം. ഞാൻ മിക്ക സമയത്തും എന്ന് പറഞ്ഞാൽ 99% എൻ്റെ ബാഗിൽ ലിപ്സ്റ്റിക്ക് കാണും ഗൈസ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ക്ലാസ്സിൽ നിന്നിട്ട് ഞാൻ അടി പോയിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടും. കാരണം എനിക്കെന്തോ ഒരു ആക്രാന്തമാണ് ലിപ്സ്റ്റിക്സിനോട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ പൊട്ടൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയൊരു ബാഗാണ്, അമ്മ തന്നെയാണ്. അപ്പം അമ്മ തന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരു മെറൂൺ കളർ പൊട്ട് തന്നെയാണ്, എൻ്റെ ഡ്രസ്സിൻ്റെ സെയിം കളർ പൊട്ടാണ്. ഇതൊരു അനാർക്കലി പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ പൊട്ട് എൻ്റെ അമ്മ എന്നോട് പറയും 2 പിരികത്തിൻ്റെ നടുക്ക് കൊണ്ട് വെക്കണമെന്ന്. പക്ഷെ അമ്മ പറഞ്ഞാൽ ഞാനത് കേൾക്കില്ല. അങ്ങനെയല്ല. അപ്പം എനിക്ക് കുറച്ച് നെറ്റിയുടെ മുകളിലായിട്ട് പൊട്ട് തൊടുന്ന ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുകളിലാക്കി തൊട്ടേക്കണേ. പിന്നെ നമ്മൾ 2 കമ്മലിടുന്നു. ആ 2 കമ്മൽ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ അമ്മ മേടിച്ചുകൊണ്ട് തരുന്നതാണ്. എൻ്റെ മിക്കസാണെങ്കിലും അമ്മ ഒരു അടിപൊളി
എന്താണ് ഫാഷൻ എനിക്കറിയത്തില്ല. അമ്മ ഭയങ്കര രസമാണ് അമ്മയുടെ സെലക്ഷൻസും എല്ലാം. അമ്മ ഇത് കേട്ടിട്ട് കണ്ണീര് വരുന്നുണ്ടാവും മിക്കവാറും. അപ്പം അങ്ങനെ ആ കമ്മലിട്ടു. അതിന് ശേഷം മുടി ഊരി നോക്കിയപ്പം എപ്പോഴും ഞാൻ നടുക്ക് നീരിയിട്ട് വെറുതെ ഇടുകയെന്നാണല്ലോ നിങ്ങളുടെ കംപ്ലയിൻറ്റ്. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈലോ പിന്നീടോ എന്തെങ്കിലും ചെയ്യാന്നുള്ളൂ. ബിക്കോസ് രാവിലെ കോളേജിൽ പോകുമ്പോൾ ഗൈസ് ഈ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യണതേ ഭയങ്കര ടൈം കൺസ്യൂമിങ്ങാണ്. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് തിരക്കെന്നൊക്കെ പറഞ്ഞാൽ തിരക്ക് എവിടെയില്ലാത്ത തിരക്കാണ് രാവിലെ. അപ്പോൾ ഞാൻ നേരെ അങ്ങ് ഇട്ട് പോയച്ചേ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഇങ്ങനെ മുന്നിൽ രണ്ട് സൈഡും നടുക്കുന്ന തന്നെ എടുത്ത് രണ്ട് സൈഡും ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടിയിട്ട് പിന്നാന്ന് ഓർത്തു. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും. ഇതാണെങ്കിൽ പിന്നത്തെ സമയത്ത് എൻ്റെ ഇപ്പം വളർന്നു വരുന്ന കുട്ടി ഹെയർസ്, ദാറ്റ് ഈസ് ബേബി ഹെയർസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാണ്. അത് ഞാൻ എത്ര വെള്ളം വെച്ചിങ്ങനെ ഒട്ടിച്ച് വെച്ചാലും അത് ഒട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആക്ച്വലി. ആ പ്രൊഡക്റ്റ് എനിക്ക് മേടിക്കണമെന്നുണ്ട്. മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വന്ന് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ പിന്നെ വേറെ ആർക്ക് കാണിക്കാനോ കേസ്, നിങ്ങളാണല്ലോ എൻ്റെ ജീവിതം ഇപ്പം. അപ്പോൾ അങ്ങനെ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. മുടി പിരിച്ച് എൻ്റെ കർത്താവ് ഇതെന്താ തീരാത്തെ, എത്ര നേരമായി പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടാണ് ഗൈസ്, എന്ത് പറയാനാ, ഓരോ കഷ്ടപ്പാടുകളെ ഒന്നും പറയാനില്ല. അപ്പം അങ്ങനെ പിരിച്ചു കഴിഞ്ഞു. എന്നിട്ട് മറ്റേ മുന്നത്തെ രണ്ട് തുത്തുമുടികൾ ഞാൻ ഇതാക്കുന്നതാണ്. ഇതാണ്ടോ എൻ്റെ മുഖം പോകുന്ന കണ്ടില്ല. ചില സമയത്ത് എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു കുത്തു വെച്ചെടുക്കാൻ തോന്നും. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോന്നും വന്ന് പറയാറുണ്ടല്ലോ, ഇവളുടെ ഒരു മോന്ത, ഇവളുടെയൊക്കെ ഒരു എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ടല്ലോ. ഇടയ്ക്ക് എനിക്കും തോന്നാറുണ്ട് എനിക്കിട്ട് ഒരെണ്ണം കൊടുക്കണം എന്നുള്ള. പക്ഷേ സാരമില്ല, നമ്മൾ വി ഷുഡ് ലവ് അവർ സെൽഫ്. നോ മാറ്റർ വാട്ട്, നമ്മളെ തന്നെ സ്നേഹിക്കണം. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മാത്രമേ ഉള്ളൂ. വേറൊരു പട്ടിക്കുഞ്ഞ് പോലും നമ്മൾ തിരിഞ്ഞു നോക്കില്ല. എൻ്റെ പട്ടിക്കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുമായിരിക്കും, പക്ഷേ ജനറലി നമ്മളെ വേറെ ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നത് നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ കാണുമായിരിക്കും. അങ്ങനെ മുടി കെട്ടി മുന്നത്തെ ആ സാധനമൊക്കെ ഒന്ന് സാരമില്ല നേഹ, ഡോണ്ട് വറി, നോ ഡോണ്ട് റിയാക്ട്, വേണ്ട. അപ്പം അങ്ങനെ അത് പിന്നെ ഒന്നുകൂടെ ഞാൻ പിരിച്ചിട്ട് ഇങ്ങനെ ചെവിയുടെ ബാക്കിലേക്ക് ഇങ്ങനെ കുത്തി വെക്കുന്നതാണ്. അതിന് ശേഷം മുടി എടുത്തിട്ട് ഇച്ചിരി ആ കെട്ടിയ സനിച്ചിലൂടെ വലുതാക്കി ഉള്ളിലേക്ക് മുടി ഇങ്ങനെ കറക്കി ഇടുകയാണ്. കണ്ടോ, ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആയിരിക്കും. കുറച്ചുകൂടി ഒരു ഡിഫറൻസ് ആയിക്കോട്ടെ എന്നോർത്ത് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ മെടഞ്ഞിങ്ങനെ കിടക്കും, ഇങ്ങനെ വളഞ്ഞിങ്ങനെ കറങ്ങി കിടക്കും. നല്ലതാണ് കാണാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ചെയ്തു. ഇപ്പം ഞാൻ ആ ക്യാമറയും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ തലയുടെ മുടി കാണിക്കും ഒരുമാതിരി. നോക്കിയേ, നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ. അങ്ങനെ ഇങ്ങനെ മടഞ്ഞാണ് കിടക്കുക. പുള്ളിക്കൂടെ ഒരു തുളയൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ക്യാമറ എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യത്തില്ല. ഇത് നമ്മൾ റോളർ കോസ്റ്ററിലൊക്കെ പോകുന്ന പോലെ കറങ്ങി കളിക്കുന്നു. അങ്ങനെ മുടി ബാഡ് ഹെയർ ഡേ ആണെങ്കിൽ ഇത് ചെയ്യാൻ കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നമ്മുടെ മുടി മെരുകി കാണത്തില്ലല്ലോ. അതിന് ശേഷം എൻ്റെ ബാഗ് എടുത്തു. അതിൻ്റെ അകത്ത് വെള്ളക്കുപ്പിയും ഒരു ഓറഞ്ചൊക്കെ കാണും, കുറച്ച് ബുക്കും, പേരിന് കുറച്ച് ബുക്കും ഒരു പെന്നും ഒക്കെ ഉണ്ടാകും. കാരണം സാറ് വന്നിരിക്കുന്ന സമയത്ത് വെറുതെ സാറിനെ വഴി നോക്കി ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ എഴുതുന്ന പോലെ അഭിനയിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടി ഒരു ബുക്കും ഒരു പെന്നൊക്കെ എടുത്ത് വെക്കും. അങ്ങനെ ID കാർഡ് ഇട്ടു. നമ്മുടെ ID കാർഡ് നമ്മുടെ ശരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ലാസ്റ്റ് ഡേ കഴിഞ്ഞു ഗൈസ്.